നമ്മൾ തണ്ണിമത്തൻ കൃഷിയുടെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തായിരുന്നു, ചാനൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ തണ്ണിമത്തൻ കൃഷിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത്, എങ്ങനെയാണ് അത് തുടങ്ങിയതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ഫഹദ്, സുഹൈൽ കൂടെ ഉണ്ട്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഷെരീഫുണ്ട് കൂടെ, നമ്മൾ കുഞ്ഞിപ്പാക്ക ഫ്രണ്ടും അതുപോലെ അയൽവാസിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കൃഷിയിലേക്ക് അത് എങ്ങനെയാണെന്നുള്ള ഫഹദ് ഒന്ന് പറഞ്ഞുതരും. ഫഹദ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതുമാതിരി എപ്പോഴും തറവാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുമാതിരി ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഫവാസ് പറഞ്ഞ് നമുക്ക് ഒരു തണ്ണിമത്തൻ കൃഷി നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സുഹൈലും പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ ഇത് പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ കുട്ടേട്ടനോട് ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാക്കി. അപ്പോൾ കുട്ടേട്ടൻ ഇങ്ങനെ ട്രാക്ടർ വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഡ്യൂട്ടി സ്ഥലത്തായിരുന്നു. അങ്ങനെ ഫവാസ് ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഫവാസ്. അപ്പോൾ ഏതായാലും ട്രാക്ടർ വന്ന് ട്രാക്ടറായിട്ടാണ് ഏരെടുക്കുക. കാരണം ആളെ വെച്ച് ഏരെടുക്കാറുണ്ട് ഒരുപാട് ടൈമുണ്ട്. നമ്മൾ 2 ഏരെടുക്കാനാണ് പ്ലാന്. അപ്പോൾ 3-4 ദിവസത്തെ പണി വരും 2 ഏരെടുക്കുന്ന. ട്രാക്ടർ വന്നിട്ട് ഏരെടുത്തുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു ഏരായി. അപ്പോൾ മുമ്പ് ട്രാക്ടറും ചോദിച്ച് നിങ്ങൾ ഇത്ര സ്ഥലം അവിടെ വെറുതെ എടുക്കില്ലേ, ഇനിയിപ്പോൾ 2 ഏര് ഉണ്ടാക്കണം, നിങ്ങൾക്ക് മറ്റേ കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മൊത്തത്തിലാണ് പൂട്ടിയേക്ക് ഏരെടുത്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ കണ്ടത്തിലൊരു 7 ഏരും അപ്പുറത്തെ കണ്ടത്തിലൊരു 6 ഏരും, അങ്ങനെ ഏകദേശം നല്ലൊരു ഏരിയ ഉണ്ടാക്കി. അങ്ങനെ വൈകുന്നേരം ഫഹദും സുഹൈലും വന്നപ്പോൾ മാപ്പിട്ട് നോക്കി, എന്താ ഇപ്പോൾ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുക വെച്ച്. അപ്പോഴാണ് ഫാസ് പറഞ്ഞത് ഇത് 2 പേര് ചെയ്യണതും മറ്റത് ചെയ്യണതും ഒരുമിച്ച് ചെയ്യണതും വരെ. അപ്പോൾ നമ്മൾ ആ ട്രാക്ടറിനൊക്കെ അതാണ് പറഞ്ഞത്, നമുക്ക് 2 പേരുണ്ടെങ്കിൽ ഒരേ ഏക്കറിന് ഒരേ ഇതാണ്, കുറച്ച് എക്സ്പെൻസ് കൂടുന്നല്ലാതെ മെനക്കെട് സെയിമാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി. അതുപോലെ നമ്മൾ അതിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കുട്ടേട്ടന് ഒപ്പിച്ച് വന്ന് അങ്ങനെ നമ്മൾ ട്രേല് പാവി അങ്ങനെ വിത്ത് അത് മുളച്ച് ഏകദേശം ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തൈ നട്ട്. അവിടെ നിന്ന് അങ്ങനെ ഏകദേശം ഒരു 60 ദിവസം വരെ ഇതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു. ഫുൾ വിളകൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ളൊരു സ്റ്റോറി, നമ്മൾ ഇതിലേക്ക് വന്നത്. കാരണം നമ്മൾ ഫുൾ ടൈം ഒരു കർഷകരൊന്നുമല്ല, ഉള്ള ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങി തിരിച്ചാണ്. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രയും നല്ല ഫീഡ്ബാക്കും നല്ല വിളവും കിട്ടി. എന്തായാലും സൂപ്പറായിരുന്നു അല്ലേ. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ഇൻഷാ അല്ലാ അടുത്ത് നമ്മൾ ഇതിനൊക്കെ ഒന്നും കൂടി വ്യാപിപ്പിച്ചിട്ട് ഇപ്പോൾ 2 കണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ 2 വലിയ കണ്ടം കൂടി ഉണ്ട്, കുറച്ചും കൂടി വ്യാപിപ്പിച്ച് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരിക്കലും മനസ്സ് പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ചുണ്ടാക്കണം, വീട്ടിൽ പോയി നമ്മളെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽവാസികൾക്കും ഒന്ന് കഴിക്കണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് ചെയ്ത് നീട്ടിയപ്പോൾ ഏകദേശം അങ്ങനെ ഈ ഒരു ലെവലിലായി. എന്തായാലും ഒരുപാട് സപ്പോർട്ടാണ് എല്ലാ സൈഡിൽ നിന്നും കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തേക്ക്, നമ്മുടെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.